Welcome to another video by Team Matcom. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 119/2025 മലയാളം അസിസ്റ്റന്റ് ഗ്രേഡ് 2 ജൂനിയർ അസിസ്റ്റന്റ് എക്സാമിനേഷനകത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പാർട്ട് എന്ന് ചോദിച്ച 10 ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളത് മറക്കാതെ കമന്റ് ചെയ്യുക. സോ ചോദ്യം നമ്പർ 1, അതായത് 51ാമത്തെ ചോദ്യം മുതലാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആരംഭിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, എ മാൻ ബൈസ് എ ഫീൽഡ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ ₹4,20,000. He sells 1/3 of the land at a loss of 20%. That means he purchased the land for the land purchase ചെയ്തത് 4,20,000 രൂപയ്ക്കാണ്. അതിന്റെ 1/3 ലാൻഡ് എന്ന് പറയുന്നത് 20% ലോസിലും 2/5 ലാൻഡ് എന്ന് പറയുന്നത് 25% ലാഭത്തിലും വിറ്റു. അങ്ങനെയാണെങ്കിൽ അറ്റ് വാട്ട് പ്രൈസ് മസ്റ്റ് ഹി സെൽ ദ റിമൈനിങ് ഫീൽഡ് സോ ദാറ്റ് ടു മേക്ക് ഓവറോൾ പ്രോഫിറ്റ് ഓഫ് 10%. അതായത് ഓവറോൾ പ്രോഫിറ്റ് കിട്ടേണ്ടത് എത്രയാണ്? ഓവറോൾ പ്രോഫിറ്റ് കിട്ടേണ്ടതെന്ന് പറയുന്നത് 10% ഓവറോൾ പ്രോഫിറ്റ് കിട്ടണം. സോ അങ്ങനെയാണ് എങ്കിൽ ഇയാളുടെ ടോട്ടലിനകത്ത് വരുന്ന ഓവറോൾ പ്രോഫിറ്റ് 10% കിട്ടണമെങ്കിൽ മൊത്തം കൂടെ കൂട്ടുമ്പോൾ ഇദ്ദേഹം വിൽക്കേണ്ട തുക എന്ന് പറയുന്നത് 4,20,000 110% ആയിരിക്കും. 1 ടൺ upon 100 ആയിരിക്കും. സോ 0 ക്യാൻസലായി, ഒരു 0 ക്യാൻസലായി. എന്താ 42,000 into 11 എന്ന് കിട്ടും. 42,000 into 11 എന്ന് പറയുമ്പോൾ 4,62,000. അപ്പോൾ മൊത്തം എല്ലാ സാധനവും വിറ്റ് കഴിയുമ്പോൾ കിട്ടേണ്ടത് 4,62,000 രൂപയാണ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1/3 ഓഫ് ദ ലാൻഡ് 20% ലോസിൽ വിറ്റു. അപ്പം 4,20,000 രൂപയാണ് അതിന്റെ കോസ്റ്റ് പ്രൈസ്. അതിന്റെ 1/3 ഓഫ് ദിസ്. സോ 4,20,000 1/3 എന്ന് പറയുമ്പോൾ 1,40,000 രൂപ. അപ്പോൾ 1,40,000 രൂപയുടെ ലാൻഡ് എന്ന് പറയുന്നത് 1,40,000 രൂപയുടെ ലാൻഡ് എന്ന് പറയുന്നത് 20% നഷ്ടത്തിൽ വിറ്റു. അതായത് 1,40,000 പ്രോപ്പർട്ടി വില വരുന്നത് 80% വിലയ്ക്ക് വിറ്റു. 80% വിലയ്ക്ക് വിറ്റു. 20 ക്യാൻസൽ ആയിപ്പോയി. ബാക്കി എന്തുണ്ട്? 1,400 into 80. 1,400 into 80 എന്ന് പറയുമ്പോൾ 1,400 into 80 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 1,12,000 എന്ന് കിട്ടും. 1,12,000 രൂപ എന്ന് കിട്ടും. ഡൺ. സോ അപ്പൊ എന്താണ്? ആദ്യത്തെ 1/3 പാർട്ട് വിട്ടിരിക്കുന്നത് 1,12,000 രൂപയ്ക്കാണ്. ഇനിയുള്ളത് എന്താണ്? ബാക്കിയുള്ള 2/4 പാർട്ട് എന്ന് പറയുന്നത് 25% ലാഭത്തിൽ വിട്ടു. അപ്പൊ എന്താണ്? 4,20,000 2/5 പാർട്ട് എത്ര ശതമാനം ലാഭത്തിൽ വിറ്റു? 25% ലാഭം. 20% ലാഭം എന്ന് പറയുമ്പോൾ 125/100. സോ 125 100 25 ക്യാൻസൽ ചെയ്താൽ 5/4 എന്ന് കിട്ടും. 5 ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ ഈ പറയപ്പെടുന്ന 2ഉം 4 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 കിട്ടും. 4,20,000 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 2,10,000 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് കിട്ടി? 2,00,000. അപ്പൊ വിറ്റ തുകയുടെ എന്താണ്? ഒന്നെന്ന് പറയുന്നത് 2,10,000, മറ്റേതെന്ന് പറയുന്നത് 1,12,000. കറക്റ്റാ? അപ്പൊ ഇത് രണ്ടുകൂടെ നമ്മൾ കൂട്ടിയെടുത്താൽ കിട്ടും. കൂട്ടിയെടുത്താൽ 3,20,000 രൂപ എന്ന് കിട്ടും. 3,20,000 രൂപ എന്ന് കിട്ടും. സോ ബേസിക്കലി നമ്മൾ നോക്കിയേ 3,20,000 രൂപയാണ് 3,20,000 രൂപയാണ് ആദ്യത്തെ 2 സെയിലിൽ നിന്ന് കിട്ടിയത്. ഇദ്ദേഹത്തിന് എത്ര രൂപ മൊത്തം പിരിഞ്ഞു കിട്ടണം? മൊത്തം പിരിഞ്ഞു കിട്ടേണ്ടത് 10% ലാഭം വേണമെങ്കിൽ 4,60,000 രൂപ കിട്ടണം. അപ്പം ബാക്കിയുള്ള പ്രോപ്പർട്ടി ഏത് വിലയ്ക്ക് വിൽക്കണം? ഇവ തമ്മിലുള്ള വ്യത്യാസത്തിൽ വിൽക്കണം. അതായത് 4,60,000 മൈനസ് 3,20,000 എന്ന് പറയുമ്പോൾ 3,20,000 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? 1,40,000 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ റിമൈനിങ് ഫീൽഡ് വിൽക്കേണ്ട വില എന്ന് പറയുന്നത് 1,40,000 രൂപയാണ്. രണ്ടാമത്തെ ചോദ്യം, എ ഗ്രൂപ്പ് ഹാസ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ റേഷ്യോ ഓഫ് 8:5. ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 8:5 ആണ്. ഇഫ് 1 boy and 3 girls are joining, the ratio become 3:2.
അപ്പൊ ആദ്യമേ ഉണ്ടായിരുന്ന റേഷ്യോ എന്ന് പറയുന്നത് 8x:5x ആണ്. അതിലേക്ക് ഒരു ആൺകുട്ടി കൂടി ചേരുന്നു, അതായത് 8x+1 ആവുന്നു. 3 പെൺകുട്ടി കൂടി ചേരുന്നു, 5x+3 ആവുന്നു. അപ്പോൾ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ഈസ്റ്റ് നമുക്ക് 3/2 എന്ന് എഴുതാം. കറക്റ്റാ? അപ്പൊ ഈ 8x+1:5x+3 എന്ന് പറയുന്നത് 8x+1 ഡിവൈഡ് ബൈ 5x+3 എന്ന് എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 2 × 8x+1 is equal to 3 × 5x+3 എന്ന് കിട്ടും. സോ അപ്പൊ എന്ത് കിട്ടും? 8x × 2 എന്ന് പറയുമ്പോൾ 16x+2 ഈക്വൽ ടു 15x+9 എന്ന് കിട്ടും. അതായത് x is equal to 7 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 7 കിട്ടി. ചോദിച്ചിരിക്കുന്നത് എന്താ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗേൾസ് ഒറിജിനലി ഇൻ ദ ഗ്രൂപ്പ്. ഒറിജിനലി ഗ്രൂപ്പിൽ എത്ര ഗേൾസ് ഉണ്ടായിരുന്നു? 5x. എക്സിന്റെ വാല്യൂ 7 ആണെങ്കിൽ 7×5 35. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 40% can repair a bridge in 15 days working for 8 hours a day. സോ 40 ആളുകൾ 15 ദിവസം കൊണ്ട് 8 മണിക്കൂർ വെച്ച് പണിയെടുത്തൊരു പണി തീർത്തു. ടോട്ടൽ വർക്ക് എത്രയാണ്? 40 ആളുകൾ 15 ദിവസം വർക്ക് ചെയ്യുന്നു 8 മണിക്കൂർ വെച്ചിട്ട്. ഇതേ വർക്ക് ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ 30% വർക്കിംഗ് ഫോർ 10 hours per day കംപ്ലീറ്റ് ദ വർക്ക്. ഇതേ വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്? 30 പേരുണ്ട്. ഒരാൾ 10 മണിക്കൂർ വെച്ച് പണിയെടുക്കുന്നു. എത്ര ദിവസം എടുക്കുന്നു? നമ്മൾ ഈ 40-നെയും 10-നെയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇവിടെ 4 കിട്ടും. 15-നെയും 15 ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടും. 2-നെയും 4-നെ ഡിവൈഡ് ചെയ്ത് 2 കിട്ടും. Therefore x is equal to 16 എന്ന് കിട്ടും. സോ എത്ര ദിവസം കൊണ്ട് ജോലി തീരും? 16 ദിവസം കൊണ്ട്. 16 ദിവസം കൊണ്ട് ജോലി തീരും. ഓപ്ഷൻ ബി ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. Next one, the width of a path around a square field is 3.5 meter and its area is 105 meter square. Find the cost of fencing the field at the rate of 80 meter per square meter. So basically നമുക്കൊരു സ്ക്വയർ ഫീൽഡ് ഉണ്ട്. ആ സ്ക്വയർ ഫീൽഡിന് ചുറ്റും നമ്മളൊരു പാത്ത് ഉണ്ടാക്കുകയാണ്. നമ്മളൊരു പാത്ത് ഉണ്ടാക്കുന്നു. സ്ക്വയർ ഫീൽഡിന് ചുറ്റും നമ്മളൊരു പാത്ത് ഉണ്ടാക്കുന്നു. ആ പാത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ ആ പറയപ്പെടുന്ന പാത്തിന്റെ വിഡ്ത്ത് എത്രയാണ് തന്നിട്ടുണ്ട്? പാത്തിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് 3.5 മീറ്റർ ആണ്. പാത്തിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് 3.5 മീറ്റർ. അപ്പൊ 3.5 മീറ്റർ വീതിയുള്ള ഒരു നടപ്പാത. ഓക്കെ, നമുക്ക് ഈ പറയപ്പെടുന്ന സ്ക്വയർ ഫീൽഡിന്റെ ലെന്ത് അറിയത്തില്ല. നമ്മൾ അതിന്റെ ഡയമെൻഷനെ എ ആയിട്ട് അസ്യൂം ചെയ്താൽ ഈ എന്താ പറയാ, ഈ ലൈക്ക് എന്താ പറയാ, നമ്മുടെ ഈ പറയപ്പെടുന്ന പാത്തിന് വെളിയിലുള്ള ഡയമെൻഷൻ ലെന്ത് എന്ന് പറയുന്നത് എന്ത് വരും? 3.5 പ്ലസ് എ പ്ലസ് 3.5, അതായത് 7 പ്ലസ് എ എന്ന് വരും. കറക്റ്റാ? നമുക്കിവിടെ തന്നിരിക്കുന്ന ഏരിയ എന്തിന്റെയാ? ഏരിയ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരിക്കുന്നത് ഈ പറയപ്പെടുന്ന പാത്തിന്റെ ഏരിയ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ടോട്ടലിന്റെ ഏരിയയിൽ നിന്ന് സ്ക്വയറിന്റെ ഈ പറയപ്പെടുന്ന സ്ക്വയർ ഫീൽഡിന്റെ ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പാത്തിന്റെ ഏരിയ കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന ടോട്ടൽ ഏരിയ എന്ത് വരുന്നത്? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 7 പ്ലസ് എ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ എന്ത് കിട്ടും എന്ന് പറയുന്നത് 7 സ്ക്വയർ 49 പ്ലസ് എ സ്ക്വയർ പ്ലസ് 2ab എന്ന് പറയുമ്പോൾ 2 × 7 14 എന്ന് കിട്ടും. കാരണം എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് വരുമ്പോൾ എന്ത് കിട്ടും? 49 പ്ലസ് എ സ്ക്വയർ പ്ലസ് 14. ഇനി അകത്തുള്ള സ്ക്വയറിന്റെ ഏരിയ എത്രയാണ്? അകത്തുള്ള സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെന്ത് എ ആണെങ്കിൽ എ സ്ക്വയർ എന്ന് കിട്ടും. അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 14a പ്ലസ് 49 എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? എന്ന് പറയുന്നത് 109 ആണ് തന്നിട്ടുണ്ട്. കാരണം ആ ഏരിയ എന്ന് പറയുന്നത് 109 അല്ല 105 ആണ് തന്നിട്ടുണ്ട്. 105 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. കറക്റ്റാ? അങ്ങനെയാണെങ്കിൽ 14a is equal to 105 മൈനസ് 49 എന്ന് കിട്ടും. 105 മൈനസ് 49 56 എന്ന് കിട്ടും. Therefore a is equal to 56/14 4 എന്ന് കിട്ടും. അപ്പൊ ആ സ്ക്വയർ ഫീൽഡിന്റെ ആ പറയപ്പെടുന്ന സ്ക്വയർ ഫീൽഡിന്റെ ലെന്ത് എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് അവിടെ ഫെൻസ് ചെയ്യാൻ വേണ്ട ഇതാണ് കണ്ടുപിടിക്കണം. ഫെൻസ് ചെയ്യണം എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4a ആണ്. എയുടെ വാല്യൂ 4 ആണെങ്കിൽ 4 × 4 16 എന്ന് കിട്ടും. 1 മീറ്റർ ഫെൻസ് ചെയ്യാൻ 80 രൂപ വേണം. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ ഫെൻസ് ചെയ്യാൻ 80 രൂപ. മൊത്തം ലെന്ത് എന്ന് പറയുന്നത് 16 മീറ്റർ ആണെങ്കിൽ 16 × 80 1280. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ സം ഓഫ് ഓൾ ഓഡ് ഇന്റജേഴ്സ് ബിറ്റ്വീൻ 10 and 100 ഡിവിസിബിൾ ബൈ 3. 10-നും 100-നും ഇടയിലുള്ള 3 കൊണ്ട് ഡിവിസിബിൾ ആകുന്ന ഈ ഓഡ് ഇന്റജേഴ്സിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 10-നും 100-നും ഇടയിലുള്ള ആദ്യത്തെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാത്ത നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. പക്ഷെ 12 എന്ന് പറയുന്ന ഓഡ് നമ്പർ ഇല്ലാത്തതുകൊണ്ട് 12 പറ്റില്ല. അതിനുശേഷം വരുന്ന 15 ആണ്.
പിന്നെ വരുന്ന 3ന്റെ മൾട്ടിപ്പിൾ 18 ആണ്. അത് ഈവൻ നമ്പർ ആണ്, പറ്റത്തില്ല. അടുത്ത വരുന്ന 21 ആണ്. പിന്നെ 24 പറ്റത്തില്ല. പിന്നെ വരുന്ന 27. സോ ബേസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാന്തര ശ്രേണിയിൽ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. അതിന്റെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 15 ആയിരിക്കും. ഓരോ ടൈമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന 6 ആയിരിക്കും. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് കോൾഡ് കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന സീക്വൻസിലെ 100 താഴെയുള്ള 3ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് 99 ആണ്. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 99 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൽ എത്ര ടൈം ഉണ്ടാവും? n ഈസ് ഈക്വൽ ടു ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. അതായത് 99 മൈനസ് 15 ഡിവൈഡ് ബൈ 6 പ്ലസ് 1. 99 15 പോലെ 84. 84 ഡിവൈഡഡ് ബൈ 6 എന്ന് പറഞ്ഞാൽ 4 ഡിവൈഡ് ബൈ 6 എന്ന് പറയും 14 പ്ലസ് 1 15. ഈ സീക്വൻസിൽ മൊത്തം 15 ടേംസ് ഉണ്ടാവും. അങ്ങനെയാണ് എങ്കിൽ സം ഓഫ് ദ ടേം എസ് എൻ ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്ന് എഴുതാം. എത്ര ടേം ഉണ്ട്? 15 ടേം. 15 ഡിവൈഡ് ബൈ 2. ആദ്യത്തെ ടൈം എന്ന് പറഞ്ഞ 15, ലാസ്റ്റത്തെ ടൈം എന്ന് പറഞ്ഞ 99. 15 പ്ലസ് 99 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 114 ഇൻറ്റു 15 ഡിവൈഡ് ബൈ 2. 114നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 114 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 57 കിട്ടും. 57 ഇൻറ്റു 15 എന്ന് പറയുന്നത് 855. ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് in a certain code, in a certain code 4 is written as 24, then how will be the 5 be written in the same code? So basically ഇവർ തന്നിരിക്കുന്ന ആൻസർ കീയിൽ 32 ആണ് വരുന്നത്. സോ ബേസിക്കലി ഇവർ തന്നിരിക്കുന്ന പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 33 കിട്ടും. അതെങ്ങനെ കിട്ടുന്നത് ഞാൻ കാണിക്കാം. അതായത് FOUR 4 എടുത്തു കഴിഞ്ഞാൽ 4ന്റെ കേസിനകത്ത് നമ്മളിപ്പോൾ 4 നോക്കുവാണെങ്കിൽ നമ്മൾ 4ന്റെ കേസിനകത്ത് എന്ന് പറയുന്നത് നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ പുറകിൽ നിന്ന് എടുത്താൽ, അതായത് മുമ്പിൽ നിന്ന് എടുക്കുമ്പോൾ എന്താണ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ആറാമത്തെ ലെറ്റർ ആണ്. എഫ് എന്ന് പറയുന്നത് ആറാമത്തെ ലെറ്റർ. പുറകിൽ നിന്ന് എടുത്ത് എന്ത് വരും? പുറകിൽ നിന്ന് എണ്ണുവാണെങ്കിൽ എഫിന്റെ ലെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് 21, ഒയുടെ ലെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് പുറകിൽ നിന്ന് 12, യുവിന്റെ ലെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് പുറകിൽ നിന്ന് 6, ആറിന്റെ ലെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് പുറകിൽ നിന്ന് 9, ആറിന്റെ ലെറ്റർ പൊസിഷൻ എന്ന് പറയുന്നത് പുറകിൽ നിന്ന് 9. ഇതെല്ലാം കൂടെ കൂട്ടിയ 48 കിട്ടും. 48 ഡിവൈഡ് ബൈ 2 24 എന്ന് കിട്ടും. ആ കോഡ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അതേ രീതിക്ക് നമ്മൾ 5 നോക്കിക്കഴിഞ്ഞാൽ എഫ് പുറകിൽ നിന്ന് എടുക്കുമ്പോൾ 21 ആണ്. ഐ എന്ന് പറയുന്ന പുറകിൽ നിന്ന് എടുക്കുമ്പോൾ 18 ആണ്. വി എന്ന് പറഞ്ഞ പുറകിൽ നിന്ന് എടുക്കുമ്പോൾ 5 ആണ്. ഇ എന്ന് പറഞ്ഞ പുറകിൽ നിന്ന് എടുക്കുമ്പോൾ 22 ആണ്. എല്ലാവരുടെ കൂട്ടുമ്പോൾ നമുക്ക് 66 കിട്ടും. 66 ഡിവൈഡ് ബൈ 2 33 ആണെങ്കിൽ ആൻസർ കറക്റ്റ് ആയിട്ട് വന്നേനെ. പക്ഷെ 33 വരുന്നില്ല. സോ ഇവിടെ തന്നിരിക്കുന്നത് 32 ആണ്. ആൻസർ കീയിൽ തന്നിരിക്കുന്നത് 32 ആണ്. സോ ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആവാം. പക്ഷെ വേറൊരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ FOUR ഡയറക്റ്റ് കോഡിങ് നോക്കി, ഡയറക്റ്റ് ലെറ്റർ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നോക്കുവാണെങ്കിൽ എഫ് എന്ന് പറയുന്ന ആറാമത്തെ ലെറ്റർ, ഒ എന്ന് പറയുന്നത് 15ാമത്തെ ലെറ്റർ, യു എന്ന് പറയുന്നത് 21ാമത്തെ ലെറ്റർ, ആർ എന്ന് പറയുന്ന 18ാമത്തെ ലെറ്റർ. ഈ നമ്പറുകളെ വെറുതെ കൂട്ടുവാണെങ്കിൽ 6 1 7, 6 1 7, 7 5 12, 12 2 13, 13 1 14, 14 9 23, 1 24. കറക്റ്റ് ആയിട്ട് 24 എന്ന് കിട്ടും. സോ 24 കോഡ് കറക്റ്റ് ആണ്. 5ന്റെ അതേ രീതിയിൽ നോക്കുവാണെങ്കിലോ, 5ന്റെ അതേ രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് ആറാമത്തേത്, ഐ എന്ന് പറയുന്നത് 9ാമത്തേത്, വി എന്ന് പറയുന്നത് 22ാമത്തേത്, ദെൻ ഇ എന്ന് പറയുന്ന 5ാമത്തെ. കൂട്ടിയെടുത്ത് നോക്കി 9 6 15, 15 2 17, 17 2 19, 19 5 24 തന്നെ കിട്ടും. സോ 5 എന്ന് പറയുന്നതിന്റെ കോഡായിട്ട് വേണം 24 കൊടുക്കാം. സോ ഇപ്പൊ തന്നിരിക്കുന്ന ആൻസർ കീയിൽ 32 ആണ് കോഡ്. മിക്കവാറും ഈ കോഡ് ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസറിന്റെ കോഡ് 24ലേക്ക് ചേഞ്ച് ആവും, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആവും. ഇതിലാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. Next question. Pointing to a girl in the photograph, Sanal said, her mother's brother. അതായത് സനല് ഒരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ പെൺകുട്ടിയുടെ അമ്മ, മദറിന്റെ ബ്രദർ എന്ന് പറയുന്നത് is the only son of my father's
സോറി മൈ മദേഴ്സ് ഫാദർ, അതായത് സനലിന്റെ അമ്മയുടെ അച്ഛന്റെ മദേഴ്സ് ഫാദർ. സനൽസ് മൈ മദേഴ്സ് ഫാദർ മീൻസ് സനലിന്റെ അമ്മയുടെ അച്ഛന്റെ ഒരേ ഒരു മകനാണ്. അപ്പൊ ഒരേ ഒരു മകനാണെങ്കിൽ ഈ പറയപ്പെടുന്ന മദേഴ്സ് ബ്രദർ എങ്കിൽ ഈ പറയപ്പെടുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ ഒരേ ഒരു മകനാണ്. കറക്റ്റാ? ഒരേ ഒരു മകനാണെങ്കിൽ ഈ പറയപ്പെടുന്ന സനലിന്റെ അമ്മയും ഈ വ്യക്തിയും എന്തായിരിക്കണം? സിബ്ലിങ്സ് ആയിരിക്കണം. ഈ വ്യക്തിയും എന്ന് പറയുന്നവര് സിബ്ലിങ്സ് ആയിരിക്കണം. കറക്റ്റാ? എന്ന് പറയുന്നത് സിബ്ലിങ്സ് ആയിരിക്കണം. ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത് സിബ്ലിങ്സ് ആയിരിക്കണം. ഓക്കെ, ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത് സിബ്ലിങ്സ് ആയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പം ഈ പറയപ്പെടുന്ന വ്യക്തിയും ഇവര് മൂന്നുപേരും സിബ്ലിങ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ സനലും ഈ പറയപ്പെടുന്ന ഗേളിന്റെ അമ്മയുമായിട്ടുള്ള ബന്ധം, സനലും ഈ ഗേളിന്റെ അമ്മയായിട്ട് ബന്ധം ഈ സനലിന്റെ അമ്മയുടെ സഹോദരിയാണ് ഈ പറയപ്പെടുന്ന ലേഡി. അപ്പൊ എന്ത് പറയും? സനലിന്റെ ആന്റി ആയിട്ട് വരും. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇഫ് തേഴ്സ്ഡേ ഫാൾസ് ഓൺ 10th December 1981, വാട്ട് ഡേ ഓഫ് ദ വീക്ക് വിൽ ഫാൾ ഓൺ ദ 10th December 1991? അതായത് 1981 ഡിസംബർ 10 മുതൽ 1991 ഡിസംബർ 10 വരെ. ബേസിക്കലി 1981 മുതൽ 1991 ഡിസംബർ 10 വരെ എങ്ങനെ വരുന്നുണ്ട്? മൊത്തം നമ്മളൊന്ന് കൂട്ടിയാൽ 8 വർഷം വരും. കറക്റ്റാ? 8 നോർമൽ ഇയേഴ്സും 2 ലീപ്പ് ഇയേഴ്സും വരും. അതായത് അതിനകത്ത് 84ഉം 88ഉം ലീപ്പ് ഇയർ ആയിട്ട് വരും. ബാക്കി എല്ലാ വർഷങ്ങളും ഒറ്റ വർഷമായിട്ട് വരും. അപ്പൊ നമ്മൾ ഒരു നോർമൽ ഇയറിനകത്ത് 365 ദിവസം ഉള്ളപ്പം 7ന്റെ മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ട് ഓഡ് ഡേയുടെ എണ്ണം എന്ന് പറയുന്നത് നോർമൽ ഇയറിൽ 1 ആണ് വരിക. കാരണം 365 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 1 വരും. ബാക്കിയെല്ലാം 7ന്റെ മൾട്ടിപ്പിൾ ആണ് വരിക. അപ്പൊ 7ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ റിപ്പീറ്റഡ് ആയിക്കോളും. റിമൈനിങ് എന്തുണ്ട്? ഒരു ഓഡ് ഡേ വെച്ചിട്ട് വരും. സോ അങ്ങനെയാണെങ്കിൽ 8 നോർമൽ ഇയേഴ്സിൽ 8 മൊത്തം എന്ത് വരും? ഒരു ഓഡ് ഡേ വെച്ചിട്ട് 8 ഓഡ് ഡേ വന്നു. 2 ലീപ്പ് ഇയർ, ഒരു ലീപ്പ് ഇയറിൽ 2 ഇത് വെച്ചിട്ട് 2 ലീപ്പ് ഇയർ ആകുമ്പോൾ 4 ഓഡ് ഡേ വരും. അപ്പൊ മൊത്തം എത്ര വന്നു? 12 ഓഡ് ഡേയ്സ് വന്നു. 12 ഓഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 12 ഓഡ് ഡേയ്സിന് 7 ഓഡ് ഡേ മാറിക്കഴിഞ്ഞാൽ ബാക്കി 5 ഓഡ് ഡേ എന്ന് വരും. സോ 10 ഡിസംബർ 1981 എന്ന് പറഞ്ഞ വ്യാഴാഴ്ചയാണെങ്കിൽ അതിനോടുകൂടി 5 ഓഡ് ഡേയും കൂടെ മുമ്പോട്ട് പോവുക. 5 ഓഡ് ഡേയും കൂടെ മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞാൽ 2 ഓഡ് ഡേയും കൂടെ പുറകോട്ട് പോവുക. അപ്പൊ എന്ത് സംഭവിക്കും? ബുധൻ, ചൊവ്വ പറയപ്പെടുന്ന 1991 ഡിസംബർ 10 എന്ന് പറയുന്ന ചൊവ്വാഴ്ചയായിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എ മാൻ വാക്സ് 4 കിലോമീറ്റർ ടുവാർഡ്സ് ദ സൗത്തിലേക്ക് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് ആ പോയിന്റിന്റെ റൈറ്റ് എടുത്തു. റൈറ്റ് എത്രയാണ്? റൈറ്റ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം ആ പോയിന്റിന്റെ ലെഫ്റ്റ് എടുത്തു. ഈ പോയിന്റിലേക്ക് താഴോട്ട് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം ഹി ഗോസ് ബാക്ക് 9 കിലോമീറ്റർ സ്റ്റിക്. നേരെ തിരിഞ്ഞ് എത്രയാണ്? 9 കിലോമീറ്റർ നടന്നു. 9 കിലോമീറ്റർ ഇത് 4 8 റിമൈനിങ് ആയിട്ട് എത്രയാണ്? 1 കിലോമീറ്റർ. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നൗ ഇൻ വിച്ച് ഡയറക്ഷൻ ഹി ഈസ് ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നെടുത്താൽ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ്, നോർത്ത്. അപ്പൊ ഇത് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് ഈ പറയപ്പെടുന്ന വ്യക്തി ഇപ്പൊ നിൽക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഇഫ് ദ റിഫ്ലക്ഷൻ ഇൻ എ മിറർ ഓഫ് എ 12 hours clock ഷോസ് 2:35, വാട്ട് വിൽ ബി ദ ഒറിജിനൽ ടൈം? അതായത് മിറർ ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ ടൈം കണ്ടുപിടിക്കാനായിട്ട് 12ൽ നിന്ന് ആ തന്നിരിക്കുന്ന സമയത്തെ കുറച്ച് നോക്കുക. സോ 12ൽ നിന്ന് 2:35 കുറയ്ക്കുമ്പോൾ 12 മൈനസ് 2:35 എന്ന് പറയും. 12ൽ നിന്ന് 2 കുറയ്ക്കുവാണെങ്കിൽ എത്ര കിട്ടും? 10 കിട്ടും. വീണ്ടും അതിനകത്ത് 35 മിനിറ്റ് കൂടെ കുറയ്ക്കണം. 35 മിനിറ്റ് കൂടെ കുറയ്ക്കുമ്പോൾ എന്താണ്? 10 മണി എന്ന് പറയുന്നത് വീണ്ടും 9 മണിയാവും. 9 മണിയും 25 മിനിറ്റും. അതായത് 12 മണിയിൽ നിന്ന് 2 മണിക്കൂറും 35 മിനിറ്റും കുറച്ചാൽ നമുക്ക് 9 മണിയും 25 മിനിറ്റും കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പർ കോഡിനകത്ത് ചോദിച്ച ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പാടിയ എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.